സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. സി എസ് കെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു സീസണല്ല ഈ കടന്നു പോകുന്നത്. പ്ലേ ഓഫ് സാധ്യതകളിൽ നിന്ന് 99.9% സി എസ് കെ പുറത്തായ മട്ടാണ്. ബാക്കിയുള്ള 1% ചിന്തിക്കാതിരിക്കുകയാണ് ഭേദം. കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ സി എസ് കെ ആരാധകർക്ക് പ്രഷർ കൂടി ടെൻഷൻ കൂടി വല്ല ഹാർട്ട് അറ്റാക്ക് വരും. വെറുതെ എന്തിനാണ് അത്രത്തോളം വള്ളി പിടിക്കുന്നത്? അതുകൊണ്ട് തന്നെ സി എസ് കെ പുറത്തായി എന്ന് തന്നെ വിശ്വസിക്കാം. ഐ പി എല്ലിൽ കഴിഞ്ഞ ചെന്നൈക്ക് സാധ്യതയുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നല്ലോ, SRHനെതിരെ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ആ മത്സരത്തിൽ ജയിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു 50% എങ്കിലും സാധ്യത പറയാമായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ തോറ്റതോടെ, രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ദിവസം LSG ആയിട്ട് ജയിച്ചതോടെ സാധ്യതകൾ പരിപൂർണമായി മങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം സഞ്ജു സാംസണിനെയും ക്ലാസനെയും സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ IPL മത്സരം, അതായത് ചെന്നൈയിൽ വെച്ച് നടന്ന, ചെപ്പോക്കിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഹെൻറിച്ച് ക്ലാസനും നമ്മുടെ സഞ്ജു സാംസണും തമ്മിൽ അടിയായിരുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു പോര് നമ്മൾ കണ്ടു. ഇതുവരെ കാണാത്തൊരു സഞ്ജു സാംസണെയും നമ്മൾ കണ്ടു. സഞ്ജു സാംസൺ സത്യത്തിൽ അങ്ങനെ ഒരു പരിവേഷത്തിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സഞ്ജു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു വള്ളിയും പിടിക്കാത്ത ഒരാൾ. എന്ത് പ്രശ്നം വന്നാലും സൈലൻ്റായിട്ട്, ഒരു മുഖഭാവവും ഇല്ലാതെ, ഒരു ക്യാപ്റ്റൻ കൂൾ എന്നൊക്കെ പറയുന്നത് പോലെ രാജസ്ഥാനിലുള്ളപ്പോഴും എപ്പോഴും അതെ, ഒരു തരത്തിലുള്ള അഗ്രഷനും സഞ്ജു കാണിച്ചിട്ടില്ല. എന്തെങ്കിലും സെഞ്ചുറി അടിക്കുമ്പോഴോ 50 അടിക്കുമ്പോഴോ എന്തെങ്കിലും സെലിബ്രേഷൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കളിക്കളത്തിൽ ബാക്കിയുള്ള പ്ലെയേഴ്സുമായിട്ടൊരു പ്രശ്നത്തിനും സഞ്ജു നിൽക്കാറില്ല. പക്ഷേ അതിൽ നിന്നും വിപരീതമായി സഞ്ജുവിൻ്റെ ഒരു പുതിയ ഭാവരൂപ തലങ്ങൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്നത്. മത്സരത്തിൽ സഞ്ജുവിൻ്റെ മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങിലൂടെയാണ് ക്ലാസൻ പുറത്താവുന്നത്. ഒരിക്കലും അദ്ദേഹം പോലും അത് പ്രതീക്ഷിച്ച് കാണില്ല. കാരണം ബോളർക്ക് പോലും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ സഞ്ജു ധോണിയെ ഓർമ്മിപ്പിക്കുന്ന വിധം, ധോണിയേക്കാൾ വേഗത്തിൽ എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. വെറും 4 സെക്കൻഡാണ് ആ ഒരു സ്റ്റംപിങ്ങിനെടുത്തത്. ധോണി ഇതിനു മുമ്പ് ഒരു 10 സെക്കൻഡാണ് എടുത്തിരുന്നത് എന്നും പറയുന്നു. ആ റെക്കോർഡ് സഞ്ജു ഭേദിച്ചു എന്നും പറയുന്നു. പക്ഷേ ധോണിക്ക് 2 സെക്കൻഡുള്ള മറ്റൊരു റെക്കോർഡുണ്ടെന്ന് ഇപ്പോൾ പുതിയ ചർച്ചകൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ആ ഒരു സ്റ്റംപിങ്ങിലൂടെ ക്ലാസിനെ പുറത്താക്കിയപ്പോൾ സഞ്ജു നമ്മൾ CSK ആരാധകരെ പോലെ തന്നെ മതിമറന്ന് ആഘോഷിച്ചു. എയറിലേക്ക് ഇങ്ങനെ ചാടി ബോളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മളിങ്ങനെ ആഘോഷിച്ചപ്പോൾ എന്തുകൊണ്ടോ ഹെൻറിച്ച് ക്ലാസിന് അത് പിടിച്ചില്ല. പുള്ളിക്കാരൻ ഇത്തിരി പരുക്കനാണ്. ചില സമയത്ത് വിക്കറ്റ് പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ പുള്ളി ഇത്തിരി പരുക്കനാണ്. കാരണം അത്രത്തോളം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഭയങ്കരമായ എനർജി, ഒബ്സഷനൊക്കെ ഉള്ള ആളാണ് ക്രിക്കറ്റിനോട് ഈ ക്ലാസൻ. അപ്പോൾ ക്ലാസൻ സത്യസന്ധമായി പറഞ്ഞാൽ ഒന്ന് ട്രിഗറായി. സത്യത്തിൽ അതാണ് സംഭവിച്ചത്. ക്ലാസൻ ട്രിഗറായി. ഈ ട്രിഗറായതിന് ശേഷം ക്ലാസൻ ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിനോട് എന്തോ ഒരു ഡയലോഗ് അടിച്ചു. അത് പറയുന്നത് എന്തായാലും നിങ്ങളൊക്കെ തോക്കാൻ പോവില്ലേ, കൂടുതൽ ആഘോഷിക്കേണ്ട എന്നാണ് ക്ലാസൻ പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പോൾ സഞ്ജു പറഞ്ഞു അത്രേ, ഔട്ടായില്ലേ മിണ്ടാണ്ട് പൊയ്ക്കോ എന്ന് സഞ്ജു പറഞ്ഞു അത്രേ. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ മറുപടി കൊടുത്തു എന്നൊക്കെ. ക്ലാസൻ പറഞ്ഞു, എന്നെ ഔട്ടാക്കിയതിൽ വലിയൊരു സന്തോഷിക്കൊന്നും വേണ്ട, നിങ്ങൾ ജയിക്കാനൊന്നും പോകുന്നില്ല, പ്ലേ ഓഫിൽ കടക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് കൂടുതൽ ആഘോഷമൊന്നും വേണ്ട. അപ്പം സഞ്ജു മറുപടി കൊടുത്തു ഇത്രേ, ഔട്ടായതല്ലേ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട എന്ന് സഞ്ജു മറുപടി കൊടുത്തു ഇത്രേ. അങ്ങനെ ഒരു സംഭാഷണം നടന്നുവെന്നും അതാണ് ചൊടിപ്പിച്ചത് എന്നും വീണ്ടും രണ്ടുപേരും തമ്മിൽ കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം കൈമാറി എന്നുമൊക്കെയാണ് പറയുന്നത്. സഞ്ജു ഒരു ഭയങ്കര ടെറർ മാസ് ലുക്കാണ് ക്ലാസിനെ നോക്കിക്കൊടുത്തത്. ക്ലാസിന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകോപനപരമായ വാക്കുകളാണെന്ന് ഉറപ്പാണ്. അങ്ങനെ സഞ്ജു സാംസണും ക്ലാസിനും തമ്മിലുള്ള ആ ഒരു വാക്ക് തർക്കം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. തേർഡ് പേർക്ക് വിട്ട ഡിസിഷൻ ക്ലാസൻ ജസ്റ്റ് ഒന്ന് കാല് പൊക്കിയപ്പോൾ തന്നെ സഞ്ജു ഔട്ടാക്കിയത് കൊണ്ട് തന്നെ ഔട്ട് വിധിക്കുകയായിരുന്നു. പക്ഷേ അതൊരു അതൃപ്തി ക്ലാസൻ പ്രകടിപ്പിക്കുകയാണ്. എന്തോ ക്ലാസൻ ആ ഒരു വിക്കറ്റ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും.
അതാണ് പിന്നീട് ഇങ്ങനെ ഒരു വലിയ തർക്കമായി മാറിയതും ആരാധകർക്കിടയിൽ ചേരിതിരിവ് സംഭവിച്ചതും. നോക്കുമ്പോൾ എന്താ, മൈതാനത്തെ ചൂട് ഒതുങ്ങിയെങ്കിലും പുറത്ത് സോഷ്യൽ മീഡിയയിൽ രാജസ്ഥാൻ, ഹൈദരാബാദ്, ചെന്നൈ ഇങ്ങനെ എല്ലാ ആരാധകരും കൂടെ ഒരു കുടക്കീഴിൽ കയറി. രാജസ്ഥാൻ എപ്പോഴും സഞ്ജുവിനെ ബാക്കപ്പ് ചെയ്തുകൊണ്ട്, അപ്പോൾ SRH, ബാംഗ്ലൂർ ഇവരൊക്കെ ഒരുമിച്ച് നിന്ന് സഞ്ജുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സഞ്ജുവിൻ്റെ ആ ഒരു അസാമാന്യ സ്റ്റംപിങ്ങിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം ഇതൊരു വലിയ കോലാഹലമായി മാറി. അവസാനം ക്ലാസിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് ആരാധകർ ഭയങ്കര പൊങ്കാലയായിരുന്നു. അതുപോലെ തന്നെ സഞ്ജുവിന് അത്രത്തോളം ഇല്ല. എന്നിരുന്നാൽ കൂടിയും ഇത് വലിയ ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് അതിനൊരു പരിഹാരമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ്. ആ പരിഹാരം എന്തെന്നാൽ ഇരുവരും കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ക്ലാസൻ പങ്കുവച്ചിരിക്കുകയാണ്. മച്ച് ലവ് ആൻഡ് റെസ്പെക്ട് ഫോർ മൈ ബഡ് സഞ്ജു സാംസൺ. ഓൾവേസ് ലവ് വാച്ചിങ് യു പ്ലേ. കീപ് ഡൂയിങ് യുവർ തിങ്. വി ആർ ഓൾ ഗുഡ്. ലുക്കിംഗ് ഫോർവേഡ് ടു അവർ നെക്സ്റ്റ് ബാറ്റിൽ. ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള സഞ്ജു സാംസൺ നൽകുകയാണെന്നും നിങ്ങളുടെ കളി കാണാൻ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മികച്ച രീതിയിൽ ചെയ്യൂ. നമ്മളെല്ലാവരും നല്ലവരാണ്. നമ്മളെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അടുത്ത നമ്മുടെ ബാറ്റിലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് ക്ലാസൻ കുറിച്ചത്. സഞ്ജുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ചിരിച്ചുകൊണ്ടുള്ള ചിത്രമാണ് പങ്കുവെച്ച് ക്ലാസൻ ആരാധകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ എത്തിയിരിക്കുന്നത്. അത് റീപോസ്റ്റ് ചെയ്തുകൊണ്ട് സഞ്ജു പറഞ്ഞതാണ് ഏറ്റവും മനോഹരമായത്. തിങ്സ് ഹാപ്പൻ ഓൺ ദ ഫീൽഡ് ബട്ട് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട് ടു ദിസ് ജെം ഓഫ് എ പേഴ്സൺ ഓഫ് ഇറ്റ്. ഫീൽഡിൽ അങ്ങനെ പലതും സംഭവിക്കും, പക്ഷേ ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും ജെമ്മായിട്ടുള്ള ഈ പേഴ്സൺ, അതായത് അമൂല്യനിധിയായിട്ടുള്ള ഒരു രത്നമായിട്ടുള്ള അത്രത്തോളം ലെജൻഡായിട്ടുള്ള ക്ലാസിനോടുള്ള റെസ്പെക്റ്റാണ് സഞ്ജു പ്രകടിപ്പിച്ചിരിക്കുന്നത്. ചെന്നൈ ഒഫീഷ്യൽ പേജിലും ആരാധകർക്കിടയിലും ഇപ്പോൾ ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആ കളിയുടെ ആ ഒരു ഫ്ലോയിൽ കണ്ടാൽ മതി. വിരാട് കോഹ്ലിയൊക്കെ എന്തൊക്കെ ഗംഭീരൊക്കെ തമ്മിൽ എന്തൊക്കെ ബഹളമായിരുന്നു അറിയാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായിട്ടുണ്ട്. ഈ ശ്രീശാന്തിനെയൊക്കെ ഹർഭജൻ സിംഗ് കയ്യേറ്റം വരെ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഒന്നും പോവില്ല. എന്നാലും രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ഫോട്ടോ ആരാധകർക്ക് മുന്നിൽ എത്തിയതോടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിരിക്കുകയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ഒരു ഫാൻ ഫോളോയിങ്ങിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ ചെന്നൈ മത്സരത്തിൽ തന്നെ ഇഷാൻ കിഷനൊക്കെ വീട്ടിൽ പോയി ഇനി വിസിൽ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രശ്നം നടപ്പുണ്ട്. ഇതൊക്കെ റിവഞ്ചായിട്ട് എടുത്തിരിക്കുകയാണ്. അടുത്ത സീസണിലോ അടുത്ത മത്സരത്തിലോ പകരം വിട്ടാനുള്ള റിവഞ്ചാക്കി ആരാധകർ എടുക്കും എന്നുള്ളൊരു സംശയമില്ല. എന്തായാലും കലിപ്പടക്കുമോ കപ്പടിക്കുമോ എന്ന് കണ്ടറിയാം. എന്തായാലും ഈ സീസണിലുള്ള സാധ്യതകൾ 99.9% കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മാച്ച് ജയിച്ചാലും ഒരുപാട് പ്രതിസന്ധികൾ ഏറെയാണ്. അതുകൊണ്ട് അടുത്ത സീസണിൽ പിടിക്കാം എന്ന് തന്നെ വിശ്വസിക്കാം. CSK ആരാധകർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ സീസണെക്കുറിച്ചും ഇതുപോലുള്ള വാക്ക് തർക്കങ്ങളെക്കുറിച്ചും പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.